ഹായ് ഫ്രണ്ട്സ്. ഇന്ന് പാള കൊണ്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത സൂര്യകാന്തിയാണ് എൻ്റെ പിന്നിലുള്ളത്. അത് കളറൊക്കെ ചെയ്തു കേട്ടോ. കളർ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചില്ല തോന്നുന്നു. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളയുടെ ഒരു ചെറിയ കഷ്ണം പോലും കളയുന്നത് ഇഷ്ടമില്ല. ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയി ശേഖരിച്ച് കൊണ്ടുവരുന്നതാണ്. അതും മഴക്കാലമാകുമ്പോൾ ഒന്നും എനിക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ സീസണിലൊക്കെ ഞാൻ നല്ലോണം അതൊക്കെ ഉണക്കി കവറിലൊക്കെ കെട്ടി കാറ്റൊന്നും തട്ടാതെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് അതിലൊരു കുഞ്ഞു പീസ് പോലും എനിക്ക് കളയുന്ന ഇഷ്ടമില്ല. ആ ചെറിയ പീസ് കൊണ്ടും എന്ത് ക്രാഫ്റ്റാണ് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വേസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഓരോ പീസും എടുത്തിട്ട് അത് അത്യാവശ്യം നല്ല ഉറപ്പും ക്വാളിറ്റി ഉള്ള പീസ് മാത്രമേ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഡാമേജുള്ള പീസ് നമ്മൾ ചെയ്യാനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മൊത്തം ബണ്ടിൽ കേടാവും. ഇത് ഇങ്ങനെ പെറ്റലിൻ്റെ ഷേപ്പിൽ ചെറിയ ചെറിയ കുറേ പെറ്റൽസ് ഉണ്ടാക്കിയില്ലേ, ഇതെല്ലാം കൂടെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി ഇപ്പോൾ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ അതിലാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. കെട്ടാനാണെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ള നൂല്, എനിക്ക് തോന്നുന്നു ആൻസർ ഷീറ്റൊക്കെ സ്കൂളിലുള്ള ആൻസർ പേപ്പറൊക്കെ നമ്മൾ ടൈ ചെയ്യുന്ന ആ ഒരു കയറില്ലേ, ആ ഒരു ത്രെഡാണ് കേട്ടോ ഞാനിതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചെറിയ ത്രെഡൊന്നും യൂസ് ചെയ്തിട്ട് നമുക്കിത് കെട്ടാൻ പറ്റില്ല. അങ്ങനെ കുറേ ബണ്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കളറൊന്നും ചെയ്തില്ല. കളർ ചെയ്യാതെ തന്നെ നല്ല രസമുണ്ട്. പക്ഷേ കളറൊക്കെ ചെയ്യുമ്പോഴാണ് അത് കുറേ കാലം ഈട് നിൽക്കുക. ഇത് മുന്നേ ചെയ്ത സൺഫ്ലവർ ആണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ.